ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വിഷുവിൻ്റെ തിരക്കായിരിക്കും. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. തലേ ദിവസം തന്നെ എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. ഞാനും തിരക്കിലാണ്. തലേദിവസം ചന്തയ്ക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. വിളക്കൊക്കെ തേക്കാൻ താമസിച്ചു പോയി. രാത്രിയിലാണ് വിളക്കൊക്കെ തേക്കുന്നത്. വിളക്ക് തേച്ചൊക്കെ കഴുകി വെക്കുവാണ്. പിന്നെ കണി വെക്കാനുള്ളതെല്ലാം രാത്രി തന്നെ ഒരുക്കി വെച്ചു. കൊന്നപ്പൂവൊക്കെ പറിച്ചു. പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ കണി വെച്ചാൽ മതി. ഈ പ്രാവശ്യം ഞാനല്ല കണി വെച്ചത്, എൻ്റെ കൊച്ചാണ്, മൂത്തവളാണ് കണി വെച്ചത്. അവൾ എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ കണി വെക്കാം, അവൾക്ക് ഭയങ്കര ആഗ്രഹം കണി വെക്കണമെന്ന്. അപ്പം കൊച്ചിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്തില്ല, എല്ലാം റെഡിയാക്കി വെച്ചു. അവൾ രാവിലെ കുളിച്ചു, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് കണ്ണ് കൊത്തിക്കൊണ്ട് കണി കാണിച്ചു. ഞങ്ങളെല്ലാവരും കണി കണ്ടു. ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥികളായ 3 പൂച്ചക്കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ റൂബിക്കുട്ടിയെയും കണി കാണിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കണിയൊക്കെ കണ്ടു, സന്തോഷമായി. അങ്ങനെ ഒരു വിഷുക്കാലം കൂടെ വരവായി വന്നു. സന്തോഷമായിട്ട് കണിയൊക്കെ കണ്ടു. ഇനി നമുക്ക് രാവിലെ ഒക്കെയുള്ള സദ്യക്കുള്ള പരിപാടികളാണ്. രാവിലെ തന്നെ പിന്നെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അങ്ങ് മാറി. കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ അടുക്കളപ്പണിയാണ്. പിന്നെ മൂത്ത കൊച്ചും കൂടെ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടാറുണ്ട്. അവൾ പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തന്നു. ഇളയ പുള്ളി എല്ലാത്തിനും കൂടും, മൂത്തവളും കൂടും. അങ്ങനെ തീയൊക്കെ കത്തിച്ച് കഞ്ഞി ഇടാനുള്ള പരിപാടിയാണ്. എല്ലാ വീടുകളിലും വിഷുവിൻ്റെ അന്ന് നല്ല തിരക്കാണ്. അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണി വെച്ച് അതിന് ശേഷം വീട്ടിലേക്കുള്ള സദ്യക്ക്, വീട്ടിലാരെങ്കിലും വിരുന്നുകാർ വരുമെങ്കിൽ അവർക്കുള്ള എല്ലാവർക്കുമുള്ള അത് സദ്യ എല്ലാം റെഡിയാക്കണം. അപ്പോൾ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് നമ്മൾ എഫേർട്ട് എടുക്കുന്നത്. ഒരു വീട്ടിലെ വിരുന്നുകാർ വരുമ്പോഴും ഒരു എല്ലാം ഉണ്ടാക്കിപ്പെറുക്കി നമ്മൾ അത് പാത്രത്തിനകത്തെല്ലാം ആക്കുന്നിടം വരെ നമുക്കാണ് ടെൻഷൻ. കറി എല്ലാം റെഡിയായി, അതെല്ലാം അതിനെല്ലാം രുചി ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് നമുക്ക് ടെൻഷനാണ്. പല കാര്യങ്ങൾ ഓർത്ത് ടെൻഷനാണ് അന്നത്തെ ദിവസം അമ്മമാർക്ക് വീട്ടിൽ. അങ്ങനെ എൻ്റെ അവിയലും സാമ്പാറും എല്ലാം ഞാൻ അരിഞ്ഞ് കഷ്ണങ്ങൾ കൊച്ചുങ്ങളും കൂടെ കൂടി അരിഞ്ഞ് തന്നു. അങ്ങനെ എൻ്റെ അവിയലിൻ്റെ കഷ്ണം ഇവിടെ റെഡിയായിട്ടുണ്ട്. സാമ്പാർ ആദ്യം ഉണ്ടാക്കിയത്, സാമ്പാർ റെഡിയായി. ഉണ്ടാക്കുന്ന കൂട്ടൊന്നും കാണിക്കുന്നില്ല, സമയമില്ലാത്തത് കാരണം. പിന്നെ സദ്യ എല്ലാം റെഡിയായി. ഞാൻ ഒത്തിരി വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, പായസം ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഈ വർഷവും നല്ലൊരു വിഷു ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിച്ച് പറ്റി. സന്തോഷമായിട്ട് എല്ലാവരും സദ്യയൊക്കെ ഉണ്ട്. അതിന് ശേഷം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലും പോയി സദ്യയൊക്കെ ഉണ്ട്. വന്നതിന് ശേഷം രാത്രിയിൽ പടക്കം പൊട്ടിയിരും ഒക്കെയാണ്. കൊച്ചുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും കൂടെ കൂടി പടക്കമൊക്കെ പൊട്ടിക്കുവാണ്. അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ചെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിക്കുക. അങ്ങനെ ഞങ്ങളുടെ കരോട്ട വീട്ടിലെ ചേട്ടായും കൊച്ചുങ്ങളും ഒക്കെ ഇറങ്ങി വന്ന് എല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് സന്തോഷമായിട്ട് എല്ലാ വീടുകളിലും പടക്കമുണ്ടെന്ന് വെച്ച് കേൾക്കാം. ഞങ്ങൾ താഴത്തെ വീട്ടിലാണെങ്കിലും പിള്ളേരും ചേച്ചിമാരൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേൾക്കാം എല്ലാ വീടുകളിൽ നിന്ന്. അന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ബഹളങ്ങളും ഒച്ചകളും, പടക്കം പൊട്ടീര്, കമ്പിത്തിരി കത്തീര്, അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു അപ്പൂസിൻ്റെ കമ്പിത്തിരി കത്തിച്ചുള്ള കറക്കം. എല്ലാവരുടെയും കൂടെ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഓരോ വിശേഷം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടി. ഞങ്ങളുടെ അപ്പൂസിനാണ് ഭയങ്കര സന്തോഷമായി. പുള്ളിക്ക് പേടിയാണ്, പക്ഷെ എന്നാലും കമ്പിത്തിരി നീളമുള്ളത് കൊടുത്തപ്പോൾ അവൻ കത്തിച്ച് കൈ പിടിച്ചുകൊണ്ട് കറക്കമൊക്കെ ചെയ്തു ചേച്ചിമാരുടെ കൂടെ.
നമ്മുടെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ പറ്റുന്നത്ര മാക്സിമം നമ്മൾ ആഘോഷിക്കുക, സന്തോഷിക്കുക വീട്ടുകാരുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ എല്ലാം പൊട്ടിച്ച് ലാസ്റ്റ് ഞങ്ങൾക്ക് വലിയൊരു ചൈനീസ് പടക്കം ഉണ്ടായിരുന്നു. അതും കത്തിച്ച് ഞങ്ങളുടെ ഈ വർഷത്തെ ആഘോഷം ഞങ്ങളിവിടെ നിർത്തി വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കുക.